ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളെ കൊല്ലാൻ പറഞ്ഞയച്ചിട്ടുണ്ടാവും. നോക്കൂ മാഡം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കമ്പനിക്ക് നിങ്ങൾ ഒപ്പിട്ട വ്യവസ്ഥ വെച്ച് നിങ്ങൾ ഈട് വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയും ഭാർഗവന്റെ പ്രോപ്പർട്ടിയും ഇപ്പൊ കമ്പനിക്ക് സ്വന്തമാണ്. നീ ഒരു ഭാഗത്ത് തളർന്നിരിക്കുമ്പോ ആ തളർച്ചയ്ക്ക് കാരണം ഇവളാണെന്നും പറഞ്ഞ് ഇവളങ്ങ് തുടങ്ങും. എങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മുന്നോട്ട് പോകാൻ പറ്റ? അച്ഛൻ വന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിന് ഇനി 2-3 ദിവസമേ ഉള്ളൂ. എല്ലാം ശരിയാവും മോളെ. നമ്മൾ നന്മയല്ലേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ കൂലി എങ്ങനെയാ ദോഷമാവുന്നത്? രഘു തൃക്കേട്ടാ, വാ പോവാം. അല്പം കഠിന പരീക്ഷണങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ നിത്യ? അതെ. കാർമേഘങ്ങൾ ഒഴിയാൻ സമയമായി എന്നാ കാണിക്കുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അത് ശരിയാണല്ലോ അമ്മേ. നമ്മൾ പറയാതെ അദ്ദേഹം എങ്ങനെയാ അത് കണ്ടുപിടിച്ചത്? ദൈവത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആളല്ലേ മറ്റുള്ളവരുടെ വേദന കണ്ടറിയാതിരിക്കോ? അദ്ദേഹം പറഞ്ഞത് നമുക്ക് ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യമാണ്. ഹരി, ഇപ്പൊ നിന്റെ മനസ്സ് ശാന്തമായില്ലേ? ഉവാൻഡി, ഇങ്ങോട്ട് പുറപ്പെട്ടതിനേക്കാളും കുറച്ച് മനസ്സമാധാനം അതിപ്പോ എന്റെ മനസ്സിലുണ്ട്. തിരുമേനിയുടെ വാക്കുകളോട് കേട്ടപ്പോ എന്തോ വല്ലാത്തൊരു പ്രതീക്ഷ. എന്നാ ഇനി നമുക്ക് മടങ്ങാം. എന്താ? വാ. അമ്മേ, നടയിൽ നിന്ന് ആദ്യം പ്രാർത്ഥിക്കാൻ ശ്രമിച്ചപ്പോ എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണടയ്ക്കുമ്പോ ക്രൂരതയോടെയുള്ള ജയാറിന്റെ മുഖമാണ്, പാവപ്പെട്ട നമ്മുടെ തൊഴിലാളികളുടെ മുഖമാണ് മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. മോള് പുരാണങ്ങൾ വായിച്ചിട്ടില്ലേ? അസുരന്മാരുടെ താണ്ഡവം നടക്കുമ്പോ പാവപ്പെട്ട ജനങ്ങൾ ഭീതിയോടെ ഒളിക്കും. പക്ഷെ അത് വളരെ കുറച്ചു കാലം മാത്രമാണ്. അത് കഴിയുമ്പോൾ ഒരവതാര പിറവിയുണ്ടാവും. അതെല്ലാവരുടെയും പേടി അകറ്റും, മനസ്സിൽ വെളിച്ചം നിറയ്ക്കുന്നതാവും. അവതാരങ്ങൾ പിറവിയെടുക്കുമ്പോ അസുരന്മാരെ നിഗ്രഹിക്കാറുമുണ്ട്. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെട്ടോട്ടെ. അതിന് ബന്ധങ്ങളുടെ അടിസ്ഥാനം നോക്കേണ്ട കാര്യമില്ല. അവൻ നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. നിങ്ങൾ വാ. വന്ന് കേറ്. മനു, എന്താ യഥാർത്ഥത്തിൽ സംഭവം? മനു ഒരു അഴിമതിയും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ടും ഇതെങ്ങനെയാ സംഭവിച്ചേ? എടോ, കാണിമല പുനരധിവാസം റവന്യൂ മന്ത്രിയോട് നേരിട്ടുള്ള ഇടപെടലിൽ നടക്കുന്നൊരു കാര്യമാണ്. സീനിയറായ മറ്റു പലരെയും ഒഴിവാക്കിയാണ് എന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. അക്കാര്യത്തിൽ തുടക്കം മുതൽ അവർക്കൊക്കെ എതിർപ്പുണ്ട്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തായിരുന്നു ഉദ്യോഗസ്ഥവൃന്ദം. എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട്, അത് സത്യമാണ്. മനുവിന് പരാതി കൊടുക്കാൻ പറ്റില്ല, അന്വേഷിപ്പിക്കാൻ പറ്റില്ല. എടോ, സബ് കളക്ടർ എന്ന പദവി തനിക്ക് വലുതായി തോന്നും.
എനിക്ക് പക്ഷെ നിത്യേനുള്ള ഇടപെടലിൽ മനസ്സിലായ ഒരു കാര്യം, ഈ പദവി ഒന്നുമല്ല. എന്നേക്കാളും സ്വാധീനമുള്ള പ്യൂൺ വരെ കളക്ടറേറ്റിലുണ്ട്. അതൊരു രാഷ്ട്രീയ സ്വാധീനമാ, സംഘടനാ സ്വാധീനം. IAS പരസ്പരം ഉണ്ടാക്കിയ സംഘടനയിൽ പോലും പോർവിളികൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഒരു പക്ഷവും ചേർന്നിട്ടില്ല. അതുകൊണ്ട് എന്നെ ന്യായീകരിക്കാൻ ആളില്ല. പക്ഷെ ഇക്കാര്യം പുറത്തറിഞ്ഞ മനുവിന്റെ ഇമേജ് എന്താവും? ആളുകള് മനു തെറ്റിയതെന്ന് പറയില്ലേ? അതിനാണ് അവരുടെ ശ്രമം. ഞാൻ ഫൈറ്റ് ചെയ്ത് നോക്കും ജ്യോതി, എന്നെ കൊണ്ട് കഴിയുന്നതുവരെ. ഏറ്റവും വിചിത്രമായ സംഗതി, കളക്ടർ പോലും എൻ്റെ എതിരാളികളുടെ കൂടെയാണ്. റവന്യൂ മിനിസ്റ്ററുടെ മുന്നിൽ എൻ്റെ പേരിൽ വന്ന ക്രെഡിബിലിറ്റി അദ്ദേഹത്തെയും അസ്വസ്ഥനാക്കുന്നുണ്ട്. എനിക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനൊന്നും അറിഞ്ഞൂടെ. പക്ഷെ മനു സൂക്ഷിക്കണം. എതിരെ നിൽക്കുന്നവരുടെ ബലം കൂടുതലാണ്. ചിലപ്പോ പെട്ടുപോകാം, നടപടികൾ ഉണ്ടാകാം. ഇത്രയും ചെറുപ്പത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ഒരു നടപടിക്ക് വിധേയനാകുക എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള യാത്ര പ്രശ്നമായിരിക്കും. വാ പോകാം. ഞാൻ നോക്കിയിട്ട് വരാം. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് സ്വാമി. വരണം, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. കയറി വരൂ. ആരടാ? സ്വാമിയാ. സ്വാമി ഇരിക്കാം. ഇറ്റ്സ് ഓ ഓക്കെ. സാമിയ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഓ എന്താണ് സ്വാമി ജയാറിന്റെ ഉത്തരവ്? അതെ സ്വാമി, ധൈര്യമായിട്ട് പറയണം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഓ ഞാൻ ജെആറിന്റെ ശമ്പളക്കാരന്. എനിക്ക് ജെആർ പറയുന്നത് കേൾക്കണം. അത് എനിക്ക് നിങ്ങളോട് വന്ന് പറഞ്ഞേ പറ്റൂ. ഞങ്ങളെ കൊല്ലാൻ പറഞ്ഞയച്ചിട്ടുണ്ടാവും. നോക്കൂ മാഡം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കമ്പനിക്ക് നിങ്ങൾ ഒപ്പിട്ട വ്യവസ്ഥ വെച്ച് നിങ്ങൾ ഈട് വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയും ഭാർഗവന്റെ പ്രോപ്പർട്ടിയും ഇപ്പൊ കമ്പനിക്ക് സ്വന്തമാണ്. അല്ല അതെങ്ങനെയാ സ്വാമി? ലോണിന് വീഴ്ച വരുന്നത് സ്വാഭാവികല്ലേ? അത് ഒന്നിച്ചങ്ങ് അടച്ചു തീർക്കാമല്ലോ. അങ്ങനെ ചെയ്താലോ ഓക്കെ. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെയുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ലോൺ അടച്ചു തീർക്കാൻ ഞങ്ങൾക്ക് 1 മാസത്തെ സാവകാശം തന്നൂടെ? അതിനുള്ളില് മുഴുവൻ കുടിശ്ശികയും ഞങ്ങൾ അടയ്ക്കും. പിന്നെ ബാക്കിയുള്ളത് ഒരു നോർമൽ ലോൺ ആയിരിക്കുമല്ലോ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ജെ ആറിന് മനസ്സിലാവണമെന്നില്ലല്ലോ.